പക്ഷേ DMKക്ക് തമിഴ്നാടിനപ്പുറത്തും അല്ല വേറെ എവിടെയാണ് പിന്തുണയുള്ളത്? പിന്നെ കേരളത്തിൽ വരുമ്പോൾ CPM-ഉം കോൺഗ്രസും രണ്ട് വ്യത്യസ്ത ചേരിയിലാണ്. അവിടെ പിന്നെ എങ്ങനെയാണ് CPM-ന് ഇന്ത്യ മുന്നണിയെ സഹായിക്കാൻ പറ്റുന്നത്? ചുരുക്കം പരസ്പരം സഹായിക്കാൻ പറ്റാത്ത ഒരു ഫെഡറൽ കോalitionനായി നിൽക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിമിതി ശക്തമാണെന്നാണ് എൻ്റെ കൺക്ലൂഷൻ. അതുകൊണ്ട് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഡൽഹിയിൽ ശക്തമാണ്, നിൽക്കട്ടെ, തീർച്ചയായിട്ടും ശക്തി ആർജിക്കാം. പഞ്ചാബിൽ ഭരണകക്ഷിയായിട്ട് വന്നിട്ടുണ്ട്, പ്രതിപക്ഷത്ത് നിന്നിട്ടുണ്ട്, അവിടെയും നിൽക്കും. പക്ഷേ അതിനപ്പുറം ഇന്ത്യ മുന്നണിയെ സ്ട്രെങ്തൻ ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് രണ്ടിടത്തും രണ്ട് പ്രസക്തമായ രാഷ്ട്രീയം, വ്യത്യസ്ത രാഷ്ട്രീയം ഉള്ളതുകൊണ്ട്. ഇതാണ് സാഹചര്യം. ഇതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സിവിൽ സൊസൈറ്റി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ കാണിക്കുന്നത്. സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ് അതിൻ്റേതായ പ്രസക്തി ഇലക്ട്രൽ പൊളിറ്റിക്സിലല്ല കാണിക്കേണ്ടത്. ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഗ്രീൻ മൂവ്മെൻറ്റ്, ഹരിത മൂവ്മെൻറ്റൊക്കെ സിവിൽ സൊസൈറ്റി പാർട്ടി പൊളിറ്റിക്സ് വന്നിട്ട് അവർക്കവിടെ ഭരണകക്ഷിയാകാൻ ശക്തമായി കഴിഞ്ഞില്ല. പക്ഷേ അകത്തൊരു ശക്തമായ പ്രഷർ ഗ്രൂപ്പായി നീണ്ട കാലം അവർക്ക് ക്ലൈമറ്റ് ചേഞ്ചിനും ആ ഇഷ്യൂസിലും കാലാവസ്ഥാ പ്രതിസന്ധിയിലൊക്കെ നിർണായകമായ സ്വാധീനം, പ്രത്യേകിച്ച് പൊതുരംഗത്ത് ചർച്ച ചെയ്യാനും ജനങ്ങളെ സ്വാധീനിക്കാനും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കാം എന്നല്ലാതെ മൂവ്മെൻറ്റുകൾക്ക് പാർട്ടികളാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പഴയ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂവ്മെൻ്റ് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയായപ്പോഴുണ്ടായ പ്രശ്നം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് കൺവേർട്ടഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന് എപ്പോഴും ഇങ്ങനെ ഡിലമ ഉണ്ടാകും. അത് ഇന്ത്യയിൽ ആദ്യമല്ല, ലോകത്തും ആദ്യമല്ല, യൂറോപ്പിലെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യത്തിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി വേറിട്ടൊരു പാർട്ടി എന്നുള്ള നിലയിൽ വന്നിട്ട് വേറിട്ടൊരു പാർട്ടിയല്ല, മറ്റു പാർട്ടികളെ പോലെ തന്നെ അഴിമതിയുള്ളൊരു പാർട്ടിയാണ് എന്ന് പൊതുജനത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടയുണ്ടാക്കിയില്ലേ? അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാകുന്നില്ലേ? ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആൾട്ടർനേറ്റീവ് ഫോഴ്സസ് എപ്പോഴും വരും. പക്ഷേ അത് ഈ വരുന്ന ആൾട്ടർനേറ്റീവ് വരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് ഓപ്ഷൻസിന് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ അത് ഒരു മൂവ്മെൻറ്റിൽ ശക്തി കുറഞ്ഞു പോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ എന്നാലും അത് ചില മേഖലകളിൽ ശക്തിയായി നിൽക്കാൻ കഴിയും. പക്ഷേ സിവിൽ സൊസൈറ്റി കൺവേർട്ടഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ലോകത്തിലെ ഏത് രാജ്യത്തിലെ ചരിത്രമെടുത്ത് നോക്കിയാലും അതിനൊക്കെ പരിമിതികളുണ്ട്. ഇപ്പോൾ അത് യൂറോപ്പിലുണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന രീതിയിൽ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കുകൾ തകർന്നിടത്തുണ്ടായ പല മൂവ്മെൻറ്റ്സിലും വന്ന സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ് എല്ലാം തൽക്കാലം ഒന്ന് നിൽക്കും, പിന്നെ അങ്ങ് വാടിപ്പോവും. ആ നിലയ്ക്കാണ് കാണുന്നത്. ചുരുക്കത്തിൽ ആൾട്ടർനേറ്റീവായ ഒരു കോമ്പറ്റേറ്റീവ് പാർട്ടി സിസ്റ്റമായി വളരണം. അതിൻ്റെ ഏറ്റവും വലിയ ദുർബലത ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിൻ്റെ ഒരു പരിമിതിയാണ്. ആ നിലയ്ക്ക് ആ നേതൃത്വത്തിൻ്റെ പരിമിതിയോടൊപ്പം സംഘടനാ ശക്തിയുടെ ഇതുണ്ട്. പിന്നെ സിവിൽ സൊസൈറ്റി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്?